ടെല്ല പി എസ് സിയുടെ പ്രോജക്ട് 5AM ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് രാവിലെ കുറച്ച് നോവൽ പരിചയപ്പെട്ടാലോ? നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ഒരു ഭാഗമാണ്. അതായത് നോവലിൽ ഒരു കൃതി തന്നിട്ട് അത് ഏത് വിഭാഗത്തിൽ പെടുന്നത്, ഏത്, ആരാണ് എഴുതിയത്, അതിന്റെ പശ്ചാത്തലം എന്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതല്ലേ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് നോവലുകൾ പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു തലക്കെട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ ചോദ്യങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും? അതെ, ഏതൊക്കെ ചോദ്യങ്ങൾ? ഒരു കൃതി തന്നിട്ട് അതാരാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉപകാരപ്പെടും. അതിന്റെ പശ്ചാത്തലം ചോദിച്ചാൽ ഉപകാരപ്പെടും. ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാലും ഉപകാരപ്പെടും. അപ്പൊ നമ്മൾ എല്ലാ സെഷനിലും നമ്മളിങ്ങനെ നോവലിന്റെ കണ്ടന്റുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇതേറെ നിങ്ങൾക്ക് ഉപകാരപ്രദം ആകും എന്ന് വിശ്വസിക്കുന്നു. നോക്കാം നമുക്ക്. ഇതൊരു മുൻവർഷ ചോദ്യമായിരുന്നു, ഇതും മുൻവർഷ ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് പരീക്ഷകൾ നോക്കുമ്പോൾ അതായത് നമ്മള് മുൻവർഷ ചോദ്യ പേപ്പറുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ പശ്ചാത്തലം ചോദിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഏതെങ്കിലും പ്രശസ്ത വ്യക്തികളുടെ ജീവിതത്തെ അധികരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശസ്ത സമരങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദേശം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അതിരാണിപ്പാടം മലയാള നോവൽ സാഹിത്യത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്, അല്ലെ? അപ്പൊ അതിരാണിപ്പാടം പശ്ചാത്തലമായി വരുന്ന നോവൽ ഏത്? അതൊക്കെ തന്നെ മാസ്റ്റർ ഫോളോയിങ് ആയിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നോക്കാം. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലമുള്ള തകഴിയുടെ നോവൽ ഏത്? ഏതാണെന്ന് കണ്ടോ? തലയോട്. അപ്പോ ഏതൊക്കെ ചോദ്യങ്ങൾ നമുക്ക് കിട്ടി? തലയോട് എന്ന നോവൽ എഴുതിയതാര്, അല്ലെ? അപ്പോ അതാരാണ്? തകഴി. തലയോട് ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതി? അതേതാണ്? നോവലാണ്. അടുത്തത് പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തകഴി എഴുതിയ നോവൽ ഏത്? ഓക്കെ അല്ലേ? അപ്പോ തലയോട്. ആ നോവലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, അടുത്തത് നോക്കിയേ. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലമുള്ള കേശവദേവിന്റെ നോവൽ. അപ്പോ പി കേശവദേവിന്റെ നോവൽ ഏതാണ്? ഉലക്ക. അപ്പൊ അദ്ദേഹത്തിന്റെ ഉലക്കയിലെ പ്രമേയം പുന്നപ്ര വയലാർ സമരമാണ്. അപ്പൊ ഇത് രണ്ടും മുൻവർഷ ചോദ്യങ്ങളായിരുന്നു. നമ്മൾ അടുത്തൊരു നോവൽ പരിചയപ്പെടുന്നു. എന്താണെന്ന് കണ്ടോ? ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. KV മോഹൻകുമാർ എഴുതിയ നോവലായിരുന്നു ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. അപ്പൊ അതിന്റെയും പശ്ചാത്തലം എന്താണ്? പുന്നപ്ര വയലാർ സമരമാണ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ കഥാപാത്രമായി വരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും അതിനുണ്ട്. അപ്പോ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമായ 3 കൃതികൾ പരിചയപ്പെട്ടോ? അപ്പോ ഏതൊക്കെയാണ്? കേശവദേവിന്റെ ഉലക്ക, തകഴിയുടെ തലയോട്, KV മോഹൻകുമാറിന്റെ ഏത്? ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. അപ്പോ നാളെ നമുക്ക് ഒരു ചോദ്യത്തെ നേരിടേണ്ടി വരിക എങ്ങനെയായിരിക്കും? താഴെ തന്നിരിക്കുന്നവയിൽ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമായ കൃതികളുടെ ശരിയായ ക്രമം എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ മലയാളത്തിൽ പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമായി വരുന്ന ഒരുപാട് കൃതികളുണ്ട്. നമ്മൾ ഇങ്ങനെ കുറെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ആ ഒരു ക്രമത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോകാമല്ലോ. അടുത്ത നോക്കിയേ. കോഴിക്കോട്ടെ മിഠായി തെരുവ് പശ്ചാത്തലം. ഇപ്പോ കോഴിക്കോട്ടെ മിഠായി തെരുവ് പശ്ചാത്തലമായി വരുന്ന നോവൽ ഏതാണെന്ന് കണ്ടോ? ഒരു തെരുവിന്റെ കഥ. നമുക്ക് കോഴിക്കോട്ടെ മിഠായി തെരുവിൽ പോയവർക്ക് അറിയാം, അവിടെ അതിന്റെ ആ പ്രവേശന കവാടത്തിൽ ഒരു തെരുവിന്റെ കഥയിലെ വാക്യമൊക്കെ ഉണ്ട്, SK പൊറ്റക്കാടിന്റെ പ്രതിമയൊക്കെ ഉണ്ട്. അപ്പോ ഒരു തെരുവിന്റെ കഥ, കോഴിക്കോട്ടെ മിഠായി തെരുവ് പശ്ചാത്തലമായി വരുന്ന നോവലാണ്. അത് ആരാണ് എഴുതിയത്? ആരാണ്? നമുക്കറിയാം, SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിന്റെ ഒരു നോവലൂടെ പരിചയപ്പെട്ടില്ലേ? അടുത്ത നോക്കിയേ. അതിരാണിപ്പാടം. മലയാള നോവൽ സാഹിത്യത്തിൽ ഏതിലാണ് അതിരാണിപ്പാടം? അതിനകത്തെ കഥാപാത്രം ശ്രീധരനാണ്. അതൊരു മുൻവർഷ ചോദ്യമാണ്. നമ്മൾ അല്ലാതെ SK പൊറ്റക്കാടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് കിട്ടും. അപ്പോ അതിരാണിപ്പാടത്തിന്റെ ദേശചരിത്രം ഏതാണ് നോവൽ എന്ന് കണ്ടോ? ഒരു ദേശത്തിന്റെ കഥ. അപ്പോ SK പൊറ്റക്കാടിന്റെ നോവൽ തന്നെയാണ് അതും. അപ്പോ ഒരു തെരുവിന്റെ കഥയിലെ തെരുവ് കോഴിക്കോട്ടെ മിഠായി തെരുവാണ്. ഒരു ദേശത്തിന്റെ കഥയിലെ ദേശം ഏതാണ്? അതിരാണിപ്പാടമാണ്. അടുത്ത നോക്കിയേ. SK പൊറ്റക്കാടിന്റെ ഒരു കൃതിയും കൂടി പരിചയപ്പെടുക അല്ലേ? കബീന.
ആരുടെ നോവലാണ്? എസ് കെ പൊറ്റക്കാടിന്റെ നോവൽ. അപ്പോ എസ് കെ പൊറ്റക്കാടിന്റെ നോവലുകളുടെ ശരിയായ ക്രമം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനകത്ത് കബീന ഉണ്ട്. നമ്മളെപ്പോഴും കേട്ടുണ്ടാവുക ഒരു തെരുവിന്റെ കഥയും ഒരു ദേശത്തിന്റെ കഥയും ഒക്കെ ആയിരിക്കും. അപ്പോൾ കബീന എന്ന നോവൽ എഴുതിയതും ആരാണെന്ന് ഓർക്കുക? എസ് കെ പൊറ്റക്കാടാണ്. ആഫ്രിക്ക പശ്ചാത്തലമായിട്ട് എഴുതിയ നോവലാണ്. അപ്പോ ഈ 3 കാര്യവും കിട്ടിയില്ലേ? അപ്പോ ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ, കബീന. ശ്രദ്ധിക്കാം. അടുത്ത നോക്കാം. മലബാർ കലാപം പ്രമേയം. സുന്ദരികളും സുന്ദരന്മാരും ആരെഴുതിയതാണ്? ഉറൂബ് അല്ലെ, PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബിന്റെ നോവലാണ് ഇത്, സുന്ദരികളും സുന്ദരന്മാരും. അപ്പൊ മലബാർ കലാപം പ്രമേയമായി വരുന്ന നോവലാണ് ഏത്? സുന്ദരികളും സുന്ദരന്മാരും. മലബാർ കലാപവും പ്രമേയമായി കുറെ കൃതികളുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നോരോന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളെ നേരിടാം. അടുത്തത് നോക്കാം. കല്ലായിപ്പുഴയുടെ തീരത്തെ ഈർച്ചമില്ലുകൾ പ്രമേയം. നമുക്കറിയാം കല്ലായിപ്പുഴയുടെ തീരം, അതായത് കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും ഉള്ളതാണ് കല്ലായിപ്പുഴ. അതിന്റെ തീരത്ത് ഒരുപാട് എന്തുണ്ട്? തടിമില്ലുണ്ട്. ഈർച്ചമിൽ തടിമില്ലാണ്. അപ്പൊ അവിടുത്തെ മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കി മരം എന്ന നോവൽ എഴുതിയത് ആരാണ്? NP മുഹമ്മദ് ആണ്. ഈ NP മുഹമ്മദിനെ കേട്ട് മുൻപ് എവിടെയെങ്കിലും ചോദ്യപേപ്പറിൽ കേട്ട് പരിചയമുണ്ടോ? ഉണ്ടാവുമല്ലോ. ഓർമ്മ വരുന്നില്ലേ? അറബിപ്പൊന്ന്. MD വാസുദേവൻ നായരുമായി ചേർന്ന് എഴുതിയ നോവലായിരുന്നു ഏത്? അറബിപ്പൊന്ന്. അപ്പോ അറബിപ്പൊന്ന് MD വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് എഴുതിയ നോവലായിരുന്നു. അത് കൂട്ടുനോവലാണ് അല്ലെ. അപ്പൊ എഴുതിയ NP മുഹമ്മദിന്റെ സ്വതന്ത്ര നോവലുകളിൽ ഒന്നാണ് മരം. ഒരുപാട് സ്വതന്ത്ര നോവലുകളുണ്ട്. ഒരെണ്ണം നമ്മളിപ്പോ പരിചയപ്പെടുന്നു, മരം. ഇത്രയും ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. ഉണ്ണീരി മുത്തപ്പൻ ഒരു പരീക്ഷയുടെ ചോദ്യമായിരുന്നു. ഉണ്ണീരി മുത്തപ്പൻ അതിരാവിലെ എഴുന്നേറ്റ് ഉണ്ണീരി മുത്തപ്പൻ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചു കുറിതൊട്ട് കുടുംബ വെച്ച് ചന്തയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞൊരു വാക്യം തന്നിട്ട് അത് ഏത് നോവലിലെ വാക്യം എന്നൊക്കെ. അപ്പൊ മലയാള സാഹിത്യത്തിൽ ഉണ്ണീരി മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു മിത്തിനെ, ഒരു സങ്കല്പത്തെ കേന്ദ്രീകരിച്ചൊരു നോവൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഏതാണ്? തട്ടകം. തട്ടകം എഴുതിയതാരാണ്? കോവിലൻ. VV അയ്യപ്പൻ എന്ന കോവിലിന്റെ നോവലാണ് ഏത്? തട്ടകം. അപ്പൊ ഉണ്ണീരി മുത്തപ്പൻ ഏതിലെ കഥാപാത്രമാണ്? തട്ടകത്തിലെ കഥാപാത്രമാണ്. അടുത്ത നോക്കാം. പൊന്നി. നമുക്കറിയാം പാലക്കാടാണ് അട്ടപ്പാടി അല്ലെ. അപ്പൊ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ നോവലാണ് ഏത്? പൊന്നി. അപ്പോ സിനിമയാക്കപ്പെട്ട നോവൽ കൂടിയായിരുന്നു പൊന്നി. അപ്പോ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ജീവിതമാണ് പ്രമേയം. അപ്പോ മലയാളത്തിൽ ആദിവാസികളുടെ ജീവിതം പ്രമേയമായിട്ട് വരുന്ന ഒരുപാട് നോവലുകളുണ്ട്. അപ്പോ നമുക്ക് തന്നെ അറിയാം P വത്സലയുടെ നെല്ല് ഒക്കെ. അപ്പൊ അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി വരുന്ന നോവലാണ് ഏത്? പൊന്നി. അപ്പോ മലയാറ്റൂർ രാമകൃഷ്ണൻ. ഇത് നമ്മുടെ ജനറൽ PSCയുടെ PYQ ആയിരുന്നില്ലേ? C രാധാകൃഷ്ണന്റെ തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിൽ ആരുടെ ജീവിതമാണ് പരാമർശിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. ആരുടെ ജീവിതമായിരുന്നു? എഴുത്തച്ഛന്റെ. അപ്പോൾ മലയാള സാഹിത്യത്തിൽ അല്ലെ, നമുക്കറിയാം ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ ജീവിതം പ്രമേയമാക്കി പ്രശസ്ത നോവലിസ്റ്റായ C രാധാകൃഷ്ണൻ എഴുതിയ നോവലായിരുന്നു ഏത്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. അതിനെ നേരിടാൻ പ്രാപ്തരാക്കുക എന്നതാണ് ടെല്ല PSCയുടെ പ്രോജക്ട് 5AM എന്ന ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അടുത്തത് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. സ്മാർത്ത വിചാരം പശ്ചാത്തലം. നോവൽ കണ്ടോ? ഭ്രഷ്ട്. ആദ്യം ഈ ഭ്രഷ്ട് എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ? അത് പദശുദ്ധിക്ക് ചോദിക്കില്ലേ? യെസ് ഡാ അല്ലെ. ഭ്രഷ്ട് എഴുതിയത് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ. നോക്കാം, എന്താ സ്മാർത്ഥ വിചാരം? അതായത് ലൈംഗികാരോപണം നേരിടുന്ന നമ്പൂതിരി സ്ത്രീകളെ പരസ്യമായി വിചാരണ ചെയ്ത് അവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന ഒരു അനാചാരം നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്നു. അപ്പൊ അതിനെതിരെ എഴുതിയ നോവലാണ് ഇത്? ഭ്രഷ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നായികയായിട്ടുള്ള മോഹിനി അഭിനയിച്ചൊരു സിനിമ പരിണയം അല്ലെ. ഈ ഭ്രഷ്ട് എന്ന് പറയുന്ന നോവലാണ് പരിണയം സിനിമയായത്. അപ്പോ ആ ഒരു ഉള്ളടക്കമാണ് അതിനകത്തുള്ളത്. അപ്പോ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ച എഴുത്തുകാരനാണ്. സിനിമാ നടൻ കൂടിയായ
മാടമ്പ് കുഞ്ഞിക്കുട്ടൻ. അപ്പൊ അദ്ദേഹത്തിന്റെ നോവലാണ് ഭ്രഷ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയായിരിക്കും ചോദ്യം വരിക? താഴെ തന്നിരിക്കുന്നവയിൽ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ എഴുതപ്പെട്ട നോവൽ ഏത്, അല്ലെങ്കിൽ ആ നോവലുകളുടെ ക്രമം ഏത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കാം. അടുത്ത നോക്കാം, കോക്കാഞ്ചിറ. മലയാള സാഹിത്യത്തില് ഒരു പ്രശസ്ത നോവലാണ് കോക്കാഞ്ചിറ എന്ന് പറയുന്ന ഒരു പ്രദേശം പശ്ചാത്തലമായിട്ട് വരുന്നത്. ഏതാണ് നോവൽ എന്ന് കണ്ടോ? ആലാഹയുടെ പെൺമക്കൾ. ആരുടെ നോവലാണ്? സാറാ ജോസഫിന്റെ നോവലാണ്. ഏത്? ആലാഹയുടെ പെൺമക്കൾ. സാറാ ജോസഫിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ഒക്കെ നേടിക്കൊടുത്ത നോവലായിരുന്നു ഏത്? ആലാഹയുടെ പെൺമക്കൾ. അപ്പോ സാറാ ജോസഫ്. അപ്പോ ശ്രദ്ധിക്കാമല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരമല്ലേ? അടുത്തതിലേക്ക് പോകാം. തിരുനെല്ലി. നമുക്കറിയാം തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നത് തന്നെ പി വത്സലയാണ്. അപ്പോൾ വയനാട്ടിലെ തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി പി വത്സല എഴുതിയ നോവലാണ് ഏത്? നെല്ല്. പി വത്സല. അടുത്തത് നോക്കാം, മലയാള സാഹിത്യത്തിൽ ഒരുപാട് വായിക്കപ്പെട്ട ഒരു ദളിത് നോവലാണ് എരി. പറയനാർപുരം എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ദേശത്തെ കേന്ദ്രീകരിച്ച് എഴുതപ്പെട്ടതാണ്. ഏതാണ്? എരി. പ്രദീപൻ പാമ്പിരിക്കുന്ന്. അപ്പൊ പ്രദീപൻ പാമ്പിരിക്കുന്നിന്റെ ഏറെ പ്രശസ്തമായ ഒരു നോവലാണ് ഏത്? എരി. അപ്പോ ദളിത് വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ആവിഷ്കരിക്കുന്ന നോവലാണ്. ഇത് നോക്കാം, ഒരു മുൻവർഷ ചോദ്യമായിരുന്നു കേറ്ററ്റിന്റെ. ദൈവഗുരുവിന്റെ ഒഴിവുകാലം എങ്ങനെയായിരുന്നു ചോദിച്ചത്? കുഞ്ചൻ നമ്പ്യാരുടെ ആത്മസംഘർഷങ്ങൾ ഭാവനാത്മകമായി ചിത്രീകരിക്കുന്ന നോവൽ ഏത്? ഏതാണെന്ന് കണ്ടോ? ദൈവഗുരുവിന്റെ ഒഴിവുകാലം. ദൈവഗുരുവിന്റെ ഒഴിവുകാലം. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ചോദിക്കുക? പി മോഹനന്റെ ദൈവഗുരുവിന്റെ ഒഴിവുകാലം എന്ന നോവലിൽ ആരുടെ ജീവിതമാണ് പരാമർശിക്കുന്നത് എന്ന രീതിയിലായിരിക്കും ചോദ്യം വരിക. ആരുടേതാണെന്ന് കണ്ടോ? കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതമാണ് പരാമർശിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ആത്മകഥയോ ജീവചരിത്രമോ ഒന്നും അല്ല, ഒരു നോവലിലാണ് ഒരു എഴുത്തുകാരന്റെ ജീവിതം ആവിഷ്കരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. കുഞ്ചൻ നമ്പ്യാരുടെ അതേ കാലത്ത് ജീവിച്ചിരുന്ന, അതായത് കുഞ്ചൻ നമ്പ്യാരുടെ സമകാലികനായിരുന്ന ഉണ്ണായി വാര്യരും ഒക്കെ കഥാപാത്രമായി വരുന്നു എന്നുള്ളതും ഈ നോവലിന്റെ പ്രത്യേകതയാണ്. കുഞ്ചു എന്നാണ് ഇതിനകത്ത് കഥാപാത്രത്തിന്റെ പേര്. കുഞ്ചു തന്റെ ജീവിതം പറയുന്ന രീതിയിലാണ് ഈ നോവൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത നോക്കിയേ, ശ്രീ ശങ്കരാചാര്യരുടെ ജീവിതം പ്രമേയം ഏതാണെന്ന് കണ്ടോ? മറ പൊരുൾ. മറ എന്ന് വെച്ചാൽ നമുക്കറിയാം വേദം എന്നാണ്. അപ്പൊ മറ പൊരുൾ രാജീവ് ശിവശങ്കറിന്റെ നോവലാണ്. ആരുടെ ജീവിതം? ശ്രീ ശങ്കരാചാര്യരുടെ ജീവിതമാണ് അതിനകത്ത് പ്രമേയമായിട്ട് വരുന്നത്. അടുത്ത നോക്കാം, വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു മുൻവർഷ ചോദ്യമായിരുന്നു. നഷ്ടനായിക ഏതു വിഭാഗത്തിൽ പെടുന്ന കൃതി എന്നായിരുന്നു ചോദിച്ചത്. അപ്പോ നഷ്ടനായിക നോവലാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആരാണ് എഴുതിയത്? വിനു എബ്രഹാം ആണ് എഴുതിയത്. മലയാളത്തിലെ പ്രശസ്തനായ ഒരു നോവലിസ്റ്റ് ആണ് വിനു എബ്രഹാം. അപ്പൊ നമുക്കറിയാം മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ്? വിഗതകുമാരനാണ്. അപ്പൊ വിഗതകുമാരൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? കാണാതായ കുട്ടി എന്നാണ് പദത്തിന്റെ അർത്ഥം. അപ്പോ ആ വിഗതകുമാരനിലെ നായിക ആരാണ്? പി കെ റോസി. അപ്പോ പി കെ റോസിയുടെ ജീവിതത്തെ കേന്ദ്രമാക്കി വിനു എബ്രഹാം എഴുതിയ നോവലായിരുന്നു നഷ്ടനായിക. നമുക്കറിയാം മലയാളത്തിലെ, അതായത് JC ഡാനിയേൽ എന്ന ജോസഫ് ചെല്ലയ്യ ഡാനിയെ അല്ലെ, അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കാനായി ഇറങ്ങിയപ്പോൾ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ സെലുലോയിഡ് എന്ന് പറയുന്ന കമൽ സംവിധാനം ചെയ്ത ആ ചിത്രത്തിലും പ്രമേയം ഇതായിരുന്നു. അന്ന് ആ കമൽ ആ സംവിധാനം ചെയ്ത സമയത്ത് അതിന്റെ തിരക്കഥ എഴുതിയതും ഈ വിനു എബ്രഹാം ആയിരുന്നു. അപ്പോൾ വിനു എബ്രഹാമിന്റെ നഷ്ടനായിക എന്ന് പറയുന്ന നോവലിൽ ആരുടെ ജീവിതമാണ് പരാമർശിക്കുന്നത്? പി കെ റോസിയുടെ ജീവിതമാണ്. അപ്പൊ അത് മലയാളത്തിലെ ആദ്യ നായികയായ പി കെ റോസിയുടെ ജീവിതമാണ്. അടുത്ത നോക്കാം, സ്വവർഗാനുരാഗം പ്രമേയം ഏതാണെന്ന് കണ്ടോ? ആളോഹരി ആനന്ദം. ഇപ്പൊ സ്വവർഗാനുരാഗം നേരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ സ്വവർഗാനുരാഗത്തിന്റെ പശ്ചാത്തലത്തിൽ സാറാ ജോസഫ് എഴുതിയ നോവലാണ് ഏത്? ആളോഹരി ആനന്ദം. ഇപ്പൊ സാറാ ജോസഫിന്റെ മറ്റൊരു നോവലും നമ്മൾ ഇപ്പൊ തന്നെ പരിചയപ്പെട്ടു. ഏതാണ്? ആലാഹയുടെ പെൺമക്കൾ. അടുത്ത നോക്കാം, വെള്ളിയാങ്കല്ല്. മലയാള സാഹിത്യത്തിൽ ഒരുപാട് നോവലുകളിൽ വെള്ളിയാങ്കല്ല് പരാമർശിക്കുന്നുണ്ട്.
അപ്പോ സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശിലയില് എന്താണ് വെള്ളിയാങ്കൽ. അപ്പൊ ഒരു നോവല് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ അത് കൊടുത്തുന്നേ ഉള്ളൂ. ഒരുപാട് നോവലുകളിൽ വെള്ളിയാങ്കൽ പരാമർശിക്കുന്നുണ്ട്. ഇതിനകത്തെ കഥാപാത്രത്തിന്റെ പേര് ഒരു മുൻവർഷ ചോദ്യമായിരുന്നു. അംബ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ മകൻ 8-9 വയസ്സുള്ള അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയായിരുന്നു അതിനകത്ത്. അപ്പൊ അവരുടെയും ജീവിതം പറയുന്ന ഒരു നോവലാണ് ഏത്? അംബ. അപ്പൊ ഇതിനകത്ത് നോവലിസ്റ്റ് തന്നെ ഇതിനകത്തൊരു പിന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സുഭാഷ് ചന്ദ്രൻ എന്നുള്ള രീതിയിൽ തന്നെ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയും ഈ നോവലിലുണ്ട്. ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകനും ഒക്കെ ഇതിനകത്തൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സമുദ്രശില ആരാണ് എഴുതിയത്? സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രന്റെ മറ്റൊരു നോവൽ നമുക്ക് പരിചയമില്ലേ? മനുഷ്യനൊരാമുഖം അല്ലെ? അപ്പൊ അതും ശ്രദ്ധിക്കാം. അടുത്ത നോക്കാം, ശ്രീലങ്കയിലെ 80കളുടെ പോരാട്ട ചരിത്രം പശ്ചാത്തലം. ഇപ്പൊ തമിഴ് LTT നേതാക്കളൊക്കെ കഥാപാത്രമായി വരുന്ന ഒരു നോവലാണ് ഏത്? സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. എഴുതിയത് ആരാണെന്ന് കണ്ടോ? TD രാമകൃഷ്ണൻ. ഒരുപാട് നോവലുകൾ TD രാമകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ പരിചയപ്പെട്ട് കുറേ നോവലുകൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ TD രാമകൃഷ്ണന്റെ നോവലുകളുടെ ക്രമത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒരു നോവൽ പരിചയപ്പെടുന്നു. ഏതാണ്? സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. ഇപ്പോൾ വയലാർ അവാർഡൊക്കെ കിട്ടിയ കൃതിയാണെന്ന് നമുക്കറിയാം. അടുത്ത നോക്കാം, നാരായണമംഗലം എന്ന ഗ്രാമം പശ്ചാത്തലം. ആ പശ്ചാത്തലമായ ഗ്രാമത്തെക്കാൾ പ്രാധാന്യം ആ എഴുതിയ ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? റഫീഖ് അഹമ്മദ്, കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് എഴുതിയ നോവലാണ് ഏത്? അഴുക്കില്ലം. ശ്രദ്ധിക്കുക. അപ്പോ അഴുക്കില്ലം എന്ന നോവൽ എഴുതിയത് ആരാണ്? റഫീഖ് അഹമ്മദ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുമല്ലോ, നമ്മളിപ്പോ എല്ലാം നോവലിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതി എന്ന് ചോദിച്ചാലും ഏറെ ഉപകാരപ്രദമായിരിക്കും. പെരിങ്ങോട്ടുകര, തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന ഗ്രാമം പശ്ചാത്തലമാക്കി CS ചന്ദ്രിക എഴുതിയ നോവൽ ഏതാണെന്ന് കണ്ടോ? പിറ. ഇപ്പോ തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകര എന്ന ഗ്രാമം പശ്ചാത്തലം ഏതാണ്? നോവൽ പിറ ആണ്. ഇനി നോവലിന്റെ ഉള്ളടക്കം ചോദിച്ചു തുടങ്ങിയ സമയത്തുള്ള ഒരു ചോദ്യമായിരുന്നില്ലേ ഇത്? എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു നോവലല്ലേ? കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരന്തബാധിതരുടെ ജീവിതം പ്രമേയമായിട്ടുള്ള നോവൽ ഏതാണ്? എൻ മഗജെ. അത് കാസർഗോട്ടെ ഒരു സ്ഥലത്തിന്റെ പേരാണ് അല്ലെ? അപ്പോ എൻ മഗജെ എഴുതിയത് ആരാണെന്ന് കണ്ടോ? അംബികാസുധൻ മാങ്ങാട്. അപ്പൊ അംബികാസുധൻ മാങ്ങാടിന്റെ ഏറ്റവും പുതിയൊരു നോവലും നിങ്ങൾ പരിചയപ്പെട്ട് കാണും, കേട്ട് കാണും, അല്ലോഹലൻ. അപ്പോ അല്ലോഹലൻ എന്ന് പറയുന്ന നോവൽ എഴുതിയതും ആര് തന്നെയാണ്? അംബികാസുധൻ മാങ്ങാടാണ്. അപ്പോ അല്ലോഹലൻ എഴുതിയത് ആരാണ്? അംബികാസുധൻ മാങ്ങാട്. അപ്പോൾ എഴുത്തുകാരെ ഒക്കെ നമ്മൾ പരിചയപ്പെടും. അതായത് മലയാളത്തിലെ എഴുത്തുകാരെ പരിചയപ്പെടുന്ന ഒരു സെഷനും നമ്മൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് അംബികാസുധൻ മാങ്ങാടിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. അപ്പോ 2 നോവൽ അംബികാസുധൻ മാങ്ങാടിന്റെ പരിചയപ്പെട്ടില്ലേ? ഏതൊക്കെ? എൻ മഗജയും പിന്നെ ഏതുമാണ്? അല്ലോഹലനും. ഒരുപാട് നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മരക്കാപ്പിലെ തെയ്യങ്ങൾ, മാക്കം എന്ന പെൺതെയ്യം ഒക്കെ അംബികാസുധൻ മാങ്ങാടിന്റെ നോവലുകളാണ്. അപ്പോ എൻ മഗജയുടെ ഇംഗ്ലീഷ് വർത്തനത്തിന്റെ പേരാണ് ഇത്? സ്വർഗ. അത് ശ്രദ്ധിക്കാം. അപ്പോ നമ്മുടെ പരീക്ഷയ്ക്ക് ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വിവർത്തനത്തെ സംബന്ധിച്ചത് വരാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പോ ശ്രീലങ്കയിലെ 80കളുടെ പോരാട്ട ചരിത്രം പശ്ചാത്തലമാക്കി എഴുതിയ നോവൽ ഏതാണ്? TD രാമകൃഷ്ണൻ നോവൽ ഏതാണ്? സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. അപ്പോ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് എഴുതിയ നോവൽ ഏതാണ്? അഴുക്കില്ലം. പെരിങ്ങോട്ടുകര പശ്ചാത്തലമാക്കി CS ചന്ദ്രിക എഴുതിയ നോവൽ ഏതാണെന്ന് കണ്ടോ? പിറ. കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരന്തബാധിതരുടെ ജീവിതം പറയുന്ന അംബികാസുധൻ മാങ്ങാടിന്റെ ആ നോവൽ ഏതായിരുന്നു? എൻ മഗജെ. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം, സംഘകാലം. എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു പദമായിരിക്കും സംഘകാലം അല്ലെ? മുല്ലൈ, നെയ്തൽ, പാലൈ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ആ സംഘകാല ജീവിതത്തെ ആസ്പദമാക്കി മനോജ് കുറൂർ എഴുതിയ നോവലാണ് ഏത്? നിലം പൂത്തു മലർന്ന നാൾ. അപ്പൊ മനോജ് കുറൂറിന്റെ നിലം പൂത്തു മലർന്ന നാൾ എന്ന നോവലിന്റെ പശ്ചാത്തലം എന്താണ്? പ്രമേയം എന്താണ്?
എന്താണ്? സംഘകാല ജീവിതമാണ്. അപ്പോ തിണസങ്കല്പം ഒക്കെ നമ്മൾ സംഘകാലവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ്. അപ്പൊ അത് പ്രമേയമായിട്ടുള്ളതാണ് നിലംപൂത്തു മലർന്ന. അടുത്തത് നോക്കാം. ലോക്കൂർ ട്രെയിൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റെയിൽവേയിലെ ബന്ധങ്ങൾ അനാവരണം ചെയ്യുന്ന നോവൽ പരിചയപ്പെടുന്നു. ഏതാണ്? TD രാമകൃഷ്ണന്റെ പച്ച മഞ്ഞ ചുവപ്പ്. ഒരുപാട് ജനപ്രീതി ലഭിച്ചൊരു നോവലാണ് പച്ച മഞ്ഞ ചുവപ്പ്. ഇപ്പൊ തന്നെ നമ്മൾ TD രാമകൃഷ്ണന്റെ 2 നോവൽ പരിചയപ്പെട്ടില്ലേ? ഏതൊക്കെയായിരുന്നു? സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, അടുത്തത് ഏതാണ്? പച്ച മഞ്ഞ ചുവപ്പ്. അടുത്തത് നോക്കാം. ഇതൊരു PYQ കൂടിയാണ്. നാടക നടൻ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം പ്രമേയം. ചോദ്യം എങ്ങനെയായിരുന്നു വന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നാടക നടൻ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പരാമർശിക്കുന്ന നോവൽ ഏത് എന്നായിരുന്നു ഒരു മുൻവർഷ ചോദ്യം. അപ്പോൾ നാടക നടൻ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ്? അലിംഗം. എഴുതിയതാരാണെന്ന് കണ്ടോ? S. ഗിരീഷ് കുമാർ. അപ്പൊ S. ഗിരീഷ് കുമാറിന്റെ നോവലാണ് ഏത്? അലിംഗം. അപ്പൊ ആരുടെ ജീവിതമാണ് അതിനകത്ത് ഉള്ളത്? ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം. അപ്പോ സംഘകാല ജീവിതം പരാമർശിക്കുന്ന നോവൽ ഏതാണ്? മനോജ് കുറൂരിന്റെ നിലം പൂത്തു മലർന്ന നാൾ. ലോക്കൂർ ട്രെയിൻ അപകടം പശ്ചാത്തലം ഏതാണ്? പച്ച മഞ്ഞ ചുവപ്പ്. ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം പ്രമേയമായിട്ടുള്ളത് ഏതാണ്? അലിംഗം. അപ്പൊ ഓച്ചിറ വേലുക്കുട്ടി ആരാണെന്നും പരിചയപ്പെട്ടില്ലേ? അടുത്ത നോക്കിയേ. മാമ ആഫ്രിക്ക. ഇത് നമുക്ക് ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതി എന്ന് ചോദിക്കാനും നല്ലതാണ്. മാമ ആഫ്രിക്ക. അപ്പോ TD രാമകൃഷ്ണന്റെ അടുത്തൊരു നോവൽ നമ്മൾ പരിചയപ്പെടുന്നു. ഏത്? മാമ ആഫ്രിക്ക. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മളിപ്പോ 3ാമത്തെ നോവൽ അല്ലേ TD രാമകൃഷ്ണന്റെ പറയുന്നത്? സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, പച്ച മഞ്ഞ ചുവപ്പ്, മാമ ആഫ്രിക്ക. അപ്പോ ആഫ്രിക്കൻ ഗോത്ര നീതിയെ കുറിച്ചും ഒക്കെ പറയുന്ന TD രാമകൃഷ്ണന്റെ നോവലാണ് മാമ ആഫ്രിക്ക. അടുത്ത നോക്കിയേ. ഊർമിള പുരാണത്തിലെ കഥാപാത്രമാണല്ലേ, രാമായണത്തിലെ ഊർമിള. അപ്പൊ ഊർമിളയെ കേന്ദ്ര കഥാപാത്രമാക്കി വംശസാക്ഷി എന്ന നോവൽ രചിച്ചത് G. ഗോപാലകൃഷ്ണൻ. അപ്പോ G. ഗോപാലകൃഷ്ണന്റെ നോവലാണ് ഏത്? വംശസാക്ഷി. മലയാളത്തിലെ നോവലിസ്റ്റ് ആണ് N. പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ ഒരു നോവൽ പരിചയപ്പെടുന്നു, ഏഴിനും മീതെ. തെയ്യം കലാകാരന്റെ ജീവിതം ആവിഷ്കരിക്കുന്ന ഒരു നോവലായിരുന്നു ഏത്? ഏഴിനും മീതെ. എഴുതിയതാരാണെന്ന് കണ്ടോ? N. പ്രഭാകരൻ. അടുത്ത നോക്കാം. കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു എന്നിവർ കഥാപാത്രങ്ങളാകുന്ന അവനി വാഴ്വ് കിനാവ് എന്ന ചരിത്ര നോവൽ രചിച്ചതാരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. അപ്പോ കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു എന്നിവർ കഥാപാത്രങ്ങളാകുന്ന അവനി വാഴ്വ് കിനാവ് എന്ന നോവൽ രചിച്ചതാരാണ്? പെരുമ്പടവം ശ്രീധരൻ. ശ്രദ്ധിക്കാം. ഇനി ഗോവർദ്ധനന്റെ യാത്രകൾ. അപ്പൊ ഇത് ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതി എന്ന് ചോദിക്കാൻ നല്ലതാ അല്ലെ? നമുക്ക് പേര് കേൾക്കുമ്പോൾ ഒരു യാത്രാ വിവരണമാണോ എന്നൊക്കെ തോന്നും. അപ്പോ ഗോവർദ്ധനന്റെ യാത്രകൾ തള്ളവിരലുകളില്ലാത്ത നെയ്ത്തുകാരുടെ ഗ്രാമത്തെ പറ്റി പറയുന്ന നോവലാണ് ഏത്? ആനന്ദിന്റെ ഗോവർദ്ധനന്റെ യാത്രകൾ. ശ്രദ്ധിക്കുക. ഇനി അടുത്തിടെ അന്തരിച്ച ഒരു എഴുത്തുകാരിയായിരുന്നു KB ശ്രീദേവി. KB ശ്രീദേവിയുടെ ഒരു നോവൽ പരിചയപ്പെടാം. അഗ്നിഹോത്രം. പറയിപെറ്റ പന്തിരുകുലം എല്ലാവർക്കും അറിയാവുന്ന ഒരു കുടുംബമാണല്ലേ, വരരുചിയുടെയും പഞ്ചമിയുടെയും 12 മക്കളെ കുറിച്ചൊക്കെ. അപ്പൊ പറയിപെറ്റ പന്തിരുകുലത്തെ ആധാരമാക്കി അഗ്നിഹോത്രം എന്ന നോവൽ രചിച്ചതാരാണ്? KB ശ്രീദേവി. അപ്പൊ ആ ഒരു നോവൽ പരിചയപ്പെട്ടു. അടുത്ത നോക്കിയേ. കൂട്ടുകുടുംബങ്ങളുടെ ദുഃഖങ്ങളുടെ കഥ പറയുന്ന നിഴൽപ്പാടുകൾ ഒരു നോവൽ പരിചയപ്പെടുന്നു. ഏതാണ്? നിഴൽപ്പാടുകൾ. ആരാ എഴുതിയത്? C. രാധാകൃഷ്ണൻ. നമ്മൾ നേരത്തെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം പറഞ്ഞില്ലേ, എഴുത്തച്ഛന്റെ ജീവിതം പ്രമേയമായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റൊരു നോവലാണ് ഏത്? നിഴൽപ്പാടുകൾ. C. രാധാകൃഷ്ണന്റെ നോവലാണ് ഇത്. ഇനി നോക്കാം. ആൾക്കൂട്ടം. ആൾക്കൂട്ടത്തിൽ തനിയെ അല്ല, ഏതാണ്? ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ ആണെങ്കിൽ അതൊരു യാത്രാവിവരണ കൃതിയാണ്. അത് MDയുടെ യാത്രാവിവരണ കൃതിയാണ്. അപ്പോ അത് അമേരിക്കയിലെ അനുഭവങ്ങൾ പറയുന്ന യാത്രാവിവരണ കൃതിയാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ. ഇത് ആൾക്കൂട്ടത്തിൽ തനിയല്ല, ആൾക്കൂട്ടം.
അടിമത്തത്തിന്റെയും അനീതികളുടെയും 5 വർഷങ്ങളുടെ കഥ പറയുന്ന ആനന്ദിന്റെ നോവലാണ് ഏത്? ആൾക്കൂട്ടം. അപ്പൊ ആൾക്കൂട്ടം ശ്രദ്ധിക്കുക. അപ്പൊ ആനന്ദിന്റെ ഒരു നോവലാണ് ആൾക്കൂട്ടം. ഇനി നോക്കാം, ചെറുപ്പം മുതൽ പറങ്കികളുടെ, നമുക്കറിയാം പോർച്ചുഗീസുകാർ അല്ലെ, അപ്പൊ ആ പോർച്ചുഗീസുകാരുടെ ക്രൂരതകളെ കുറിച്ചുള്ള കഥകൾ കേട്ടു വളർന്ന പൊക്കൻ എന്ന കഥാപാത്രത്തിന്റെ മാനസിക സഞ്ചാരം ഉൾക്കൊള്ളുന്ന തിക്കോടിയന്റെ നോവൽ ഏതാണെന്ന് കണ്ടോ? ചുവന്ന കടൽ. അപ്പോ പൊക്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ജീവിതം പ്രമേയമായി വരുന്ന നോവൽ ഏതാണ്? ചുവന്ന കടൽ. അപ്പോ ചുവന്ന കടൽ എഴുതിയത് തിക്കോടിയൻ. നമുക്കറിയാം പി കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കോടിയൻ, അദ്ദേഹത്തിന്റെ നോവലാണ് ചുവന്ന കടൽ. അപ്പോ നിഴൽപ്പാടുകൾ എന്ന് പറയുന്ന നോവൽ എഴുതിയത് സി രാധാകൃഷ്ണൻ. ആൾക്കൂട്ടം എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആനന്ദ്. ചുവന്ന കടൽ എന്ന നോവൽ എഴുതിയത് ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കോടിയൻ. അതിന്റെ ആ ഒരു പശ്ചാത്തലവും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്തിലേക്ക് പോവാം. സാറ ജോസഫിന്റെ പ്രശസ്തമായ ഒരു നോവൽ, സാറ ജോസഫിന് ഓടക്കുഴൽ അവാർഡ് വാങ്ങിക്കൊടുത്ത നോവലായിരുന്നു ബുധിനി. അപ്പൊ ബുധിനിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. ദാമോദർ വാലി അണക്കെട്ട് എന്ന ഇന്ത്യൻ വികസന ചരിത്രത്തിലെ നിർണായക നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു നോവൽ ഏതാണ്? ബുധിനി. സാറ ജോസഫിന്റെ ബുധിനി. നമ്മൾ നേരത്തെ ഒരു നോവൽ പരിചയപ്പെട്ടിരുന്നു, ആലാഹയുടെ പെൺമക്കൾ. ഇതേതാണ്? ബുധിനി. അപ്പൊ അത് ശ്രദ്ധിക്കുക. ബുധിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഏതാ? സാന്താൾ ഗോത്രത്തിന്റെ കഥ പറയുന്ന നോവലാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്ന ബംഗാളിലെ ഒരു ഗോത്രം അല്ലേ, സാന്താൾ ഗോത്രം. അപ്പൊ അവിടുത്തെ ഒരു പെൺകുട്ടിയായിരുന്നു ബുധിനി എന്ന് പറയുന്ന പെൺകുട്ടി, ബുധിനിമ എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോ ജവഹർലാൽ നെഹ്റു ദാമോദർ വാലി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നു. അപ്പോ ഉദ്ഘാടനത്തിന് അതായത് സ്വീകരിക്കാനുള്ള ചുമതലയൊക്കെ 8-9 വയസ്സ് പ്രായമായ ആ ബുധിനി എന്ന് പറയുന്ന പെൺകുട്ടിക്കായിരുന്നു. പക്ഷേ സ്വീകരിച്ചു, മാലയൊക്കെ ഇട്ടുകൊടുത്തു. ജവഹർലാൽ നെഹ്റുവിനെ സ്വീകരിച്ചു. ജവഹർലാൽ നെഹ്റു തിരിച്ച് കൗതുകത്തോടുകൂടി ആ മാല ഇട്ട് കൊടുക്കുന്നു. പക്ഷേ ജവഹർലാൽ നെഹ്റു മടങ്ങുന്നതോടുകൂടി ആ പെൺകുട്ടിയുടെ ജീവിതം എന്താണ്? മാറി മറിഞ്ഞു. അതായത് അന്യപുരുഷനെ വിവാഹം കഴിച്ചു, അന്യമതക്കാരൻ അന്യജാതിക്കാരനെ വിവാഹം കഴിച്ചു എന്നുള്ള പേരിൽ ആ ബുധിനിയെ, ആ കുടുംബം അല്ലെങ്കിൽ ആ ഗോത്രം പുറത്താക്കുകയാണ്. അപ്പൊ അവളുടെ ജീവിതം പറയുന്ന ഒരു നോവലാണ് ഇത് ബുധിനി എന്ന് പറയുന്ന നോവൽ, സാറ ജോസഫിന്റെ ബുധിനി. അപ്പോ ജവഹർലാൽ നെഹ്റു ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, ആ ഒരു കണ്ടന്റ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓടക്കുഴൽ അവാർഡാണ് സാറ ജോസഫിന് ലഭിച്ചത്. ഇനി നല്ലൊരു ചോദ്യം, ഒരു PYQ ആയിരുന്നു. യൂദാസിന്റെ സുവിശേഷം എന്ന നോവൽ എഴുതിയത് ആര് എന്നായിരുന്നു ചോദിച്ചത്. അപ്പോ അടിയന്തരാവസ്ഥ പ്രമേയമായി KR മീര എഴുതിയ നോവലാണ് ഏത്? യൂദാസിന്റെ സുവിശേഷം. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണവും ഒക്കെ ഇതിനകത്ത് പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രമേയമാക്കി KR മീര എഴുതിയ നോവൽ ഏതാണ്? യൂദാസിന്റെ സുവിശേഷം. അപ്പൊ യൂദാസിന്റെ സുവിശേഷം എന്ന നോവൽ എഴുതിയത് ആരെന്ന് കിട്ടിയില്ലേ? ആരാണ്? KR മീര. ഓപ്ഷനിൽ അന്ന് ബെന്യാമിൻ കാക്കനാടൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ KR മീരയുടെ നോവലാണ് യൂദാസിന്റെ സുവിശേഷം എന്നുകൂടി പരിചയപ്പെടുക. അടുത്തത് ആർട്ടിക്കിൾ 370 കാശ്മീരിന്റെ പദവിയുമായി ബന്ധപ്പെട്ടതാണോ ഒക്കെ നമുക്കറിയാം. അപ്പൊ അത് പിൻവലിച്ചതിന് ശേഷമുള്ള കാശ്മീരി ജനതയുടെ കഥ പറയുന്ന നോവലാണ് ഏത്? അന്ധർ ബധിരർ മൂകർ. എഴുതിയത് ആരാണെന്ന് കണ്ടോ? TD രാമകൃഷ്ണൻ. അപ്പോ അന്ധർ ബധിരർ മൂകർ എഴുതിയത് ആരാണ്? TD രാമകൃഷ്ണൻ. അപ്പോൾ TD രാമകൃഷ്ണന്റെ 4ാമത്തെ നോവലല്ലേ നമ്മൾ പരിചയപ്പെടുന്നത്? സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, പച്ച മഞ്ഞ ചുവപ്പ്, മാമ ആഫ്രിക്ക. അടുത്തത് ഏതായിരുന്നു? അന്ധർ ബധിരർ മൂകർ. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ TD രാമകൃഷ്ണന്റെ നോവലുകളുടെ ശരിയായ ക്രമം അല്ലെങ്കിൽ TD രാമകൃഷ്ണന്റെ നോവൽ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അറിവ് ഉപകാരപ്പെടും. അപ്പോൾ ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്ന കാശ്മീരി ജനതയുടെ കഥ പറയുന്ന നോവൽ ഏതാണ്? അന്ധർ ബധിരർ മൂകർ. അടുത്ത നോക്കാം, മനുഷ്യാവസ്ഥയുടെ അടിസ്ഥാന സത്യങ്ങൾ കണ്ടെത്താനുള്ള സാഹസിക അന്വേഷണം പ്രമേയമാകുന്ന നോവൽ. അടുത്തത് നമ്മൾ അടുത്തൊരു നോവലൂടെ പരിചയപ്പെടുന്നു, ആൽഫ. TD രാമകൃഷ്ണന്റെ അടുത്ത നോവൽ ഏതാണ്? ആൽഫ. അപ്പോൾ മനുഷ്യാവസ്ഥയുടെ അടിസ്ഥാന സത്യങ്ങൾ കണ്ടെത്താനുള്ള പ്രമേയമാണ്, അതിനകത്തുള്ള അന്വേഷണമാണ് ഇതിനകത്ത് പ്രമേയമായിട്ട് വരുന്നത്. ആൽഫ, TD രാമകൃഷ്ണൻ. ഓക്കെ. അപ്പോ ഇന്ന് നമ്മുടെ ടെല PSCയുടെ പ്രോജക്ട് 5 എയിമിന്റെ ഭാഗമായിട്ട്
രാവിലെ നമ്മൾ കുറച്ച് നോവലുകളും അതിന്റെ പശ്ചാത്തലവുമാണ് പരിചയപ്പെട്ടത്. ഇത് വരും ക്ലാസ്സുകളിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം.